എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പോളിടെക്നിക് അഡ്മിഷൻ്റെ ഭാഗമായിട്ടുള്ള 2025-26 അധ്യയന വർഷത്തെ ഗവൺമെൻറ് കൊമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെ 2 വർഷത്തെ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് സെക്രട്ടറിയൽ പ്രാക്ടീസ് പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷ ക്ഷണിച്ചു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് polyadmission.org എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് GCI അഡ്മിഷൻ 2025-26 എന്ന് പറഞ്ഞിട്ട് താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് കാണാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു പേജിലേക്ക് പോവുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും വൺ ടൈം രജിസ്ട്രേഷൻ GCI എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അതുപോലെ തന്നെ ചെക്ക് ഓർ റിട്രൈ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് വൺ ടൈം രജിസ്ട്രേഷൻ ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ ഗവൺമെൻറ് കൊമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെ 2 വർഷത്തെ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് സെക്രട്ടറിയൽ പ്രാക്ടീസ് കോഴ്സിലേക്ക് പ്രവേശനത്തിനായിട്ട് സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തത് കാണാം. അതുപോലെ തന്നെ ഇവിടെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അത് ഫീ പേയ്മെൻറ്റ് ചെയ്യാനും വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യാനുമുള്ള ലാസ്റ്റ് ഡേറ്റ്, അതുപോലെ തന്നെ ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ജൂൺ 30-ാം തീയതിയാണ്. അതുപോലെ പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് ജൂലൈ 3-ാം തീയതിയാണ്. അതുപോലെ ആപ്ലിക്കേഷൻ കറക്ഷൻ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ജൂലൈ 6-ാം തീയതി വരെയാണ് അവസരം. ഫൈനൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് ജൂലൈ 9-ാം തീയതിയും. അതുപോലെ തന്നെ നിങ്ങൾക്ക് കൗൺസിലിംഗ് ഫോർ അഡ്മിഷന് വേണ്ടിയിട്ടുള്ള കൗൺസിലിംഗ് നടക്കുന്നത് ജൂലൈ 10 മുതൽ ജൂലൈ 14-ാം തീയതി വരെയാണ്. ക്ലാസ്സുകൾ ജൂലൈ 16-ന് ആരംഭിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എന്താണ് ഈ ഒരു GCI കോഴ്സ് എന്നുള്ളത് സംബന്ധിച്ച് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ പ്രോസ്പെക്ടസ് മലയാളത്തിൽ കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വായിച്ച് നോക്കാം. അപ്പോൾ അത് നമുക്ക് നോക്കാം. അപ്പോൾ വൺ ടൈം രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് വേണ്ട എന്തൊക്കെ യോഗ്യതയാണെന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ കാണാം. അപേക്ഷകൻ SSLC അല്ലെങ്കിൽ തത്തുല്യ പരീക്ഷ പാസ്സായിട്ടുണ്ടായിരിക്കണം. അപേക്ഷയിൽ രജിസ്ട്രേഷൻ ചെയ്യുന്ന മൊബൈൽ നമ്പർ അപേക്ഷേൻ്റേതായിരിക്കണം. പ്രവേശന പ്രക്രിയ കഴിയുന്നതുവരെ നിലനിർത്തേണ്ടതുമാണ്. വൺ ടൈം രജിസ്ട്രേഷന് ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ സമർപ്പിക്കുമ്പോൾ മൊബൈൽ OTP വെരിഫിക്കേഷന് ശേഷം രജിസ്ട്രേഷൻ ഫീസ് അടക്കമുള്ള ലിങ്ക് ലഭിക്കുന്നതാണ്. അപ്രകാരം ഫീസ് അടക്കാൻ സാധിക്കാത്തവർക്ക് പിന്നീട് www.polyadmission.org/GCI എന്ന അഡ്മിഷൻ പോർട്ടൽ ഹോം പേജിലെ ചെക്ക് ഓർ റിട്രൈ പേയ്മെൻറ്റ് എന്നുള്ള ലിങ്ക് വഴി ഫീസ് അടക്കുവാനോ നിലവിൽ ഫീസ് അടച്ചതിൻ്റെ സ്ഥിതി പരിശോധിക്കാനോ സാധിക്കുന്നതാണ്. ഓൺലൈൻ പേയ്മെൻറ്റ് നടത്തുമ്പോൾ തുടക്കത്തിൽ ലഭിക്കുന്ന GRN നമ്പർ നിങ്ങൾ വളരെ പ്രധാനപ്പെട്ടതും അപേക്ഷകർ നിർബന്ധമായിട്ടും സൂക്ഷിക്കേണ്ടതുമാണ്. ഫീ പേയ്മെൻറ്റിനെ സംബന്ധിച്ചുള്ള എല്ലാ അന്വേഷണങ്ങൾക്കും GRN നമ്പർ നിർബന്ധമാകുന്നു. അതുപോലെ തന്നെ വൺ ടൈം രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ഓൺലൈൻ അപേക്ഷാ സമർപ്പണം അല്ലെങ്കിൽ GCI പ്രവേശനം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് എല്ലാ GCI ഹെൽപ്പ് ഡെസ്കുകളിലും ലഭ്യമാക്കിയിട്ടുള്ള അധ്യാപകരുടെ മൊബൈൽ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പറുകൾ അഡ്മിഷൻ പോർട്ടലിലെ കോൺടാക്റ്റ് അസ് എന്ന ലിങ്കിൽ ലഭിക്കുന്നതാണ്. അതുപോലെ വൺ ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയാൽ സംസ്ഥാനത്തെ GCIകളിലേക്കുള്ള അപേക്ഷകൾ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപേക്ഷാ സമർപ്പണത്തിന് പ്രത്യേകിച്ച് ഫീസ് വീണ്ടും നൽകേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് പ്രൊസീഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അടുത്ത പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ അടുത്ത പേജിൽ നിങ്ങൾക്ക് ഇതുപോലെയാണ് ക്വാളിഫയിങ് എക്സാമിനേഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനു മുമ്പായിട്ട് നമുക്ക് ഇവിടെ പ്രോസ്പെക്ടസ് പരിശോധിക്കാം. അപ്പോൾ നിങ്ങൾ ആ ഒരു രീതിയിൽ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. സ്വന്തമായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ അറിയാത്ത വിദ്യാർത്ഥികൾ തൊട്ടടുത്തുള്ള അക്ഷയ വഴിയോ ഇൻ്റർനെറ്റ് കഫേ വഴിയോ അപേക്ഷ സമർപ്പിക്കാം. അപ്പോൾ ഇന്ന് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു പ്രോസ്പെക്ടസ് നമുക്ക് നോക്കാം. പ്രോസ്പെക്ടസിൽ കൃത്യമായിട്ട് ഇതിൻ്റെ രജിസ്ട്രേഷൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത് എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ഒരു പ്രവേശനം, അതായത് ഈ ഒരു കോഴ്സ് എന്താണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു SSLC പരീക്ഷയിൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള, അതായത് യോഗ്യതാ പരീക്ഷയിൽ ലഭിച്ചിട്ടുള്ള മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു മെറിറ്റ് മുൻഗണന നൽകിക്കൊണ്ടാണ് അഡ്മിഷൻ നൽകുന്നത്. അപ്പോൾ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഗവൺമെൻറ് കൊമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ 2 വർഷ കാലാവധിയുള്ള ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് സെക്രട്ടറിയൽ പ്രാക്ടീസ് കോഴ്സാണ് നടത്തിവരുന്നത്. ഇംഗ്ലീഷ് ടൈപ്പ് റൈറ്റിംഗ് ആൻഡ് വേർഡ് പ്രോസസ്സിംഗ്, മലയാളം ടൈപ്പ് റൈറ്റിംഗ് ആൻഡ് വേർഡ് പ്രോസസ്സിംഗ്, ഇംഗ്ലീഷ് ഷോർട്ട് ഹാൻഡ് എന്നിവയിൽ ഹയർ ഗ്രേഡും മലയാളം ഷോർട്ട് ഹാൻഡ്, ഹിന്ദി ടൈപ്പ് റൈറ്റിംഗ് എന്നിവയിൽ ലോവർ ഗ്രേഡും, DTP ഇംഗ്ലീഷ് ആൻഡ് മലയാളം, കമ്പ്യൂട്ടറൈസ്ഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ്, പൈത്തൺ പ്രോഗ്രാമിംഗ് എന്നിവ കൂടാതെ ആധുനിക സാങ്കേതിക വിദ്യയായ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉൾപ്പെടുത്തി ഡാറ്റ എൻട്രി, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, അക്കൗണ്ടൻസി, ബിസിനസ് കറസ്പോണ്ടൻറ്റ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ സംയോജിപ്പിച്ച് പരിഷ്കരിച്ച സിലബസാണ് ഈ ഒരു കോഴ്സിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളത്. സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖല, സ്വകാര്യ മേഖലയിലെ വിവിധ തൊഴിൽ അവസരങ്ങളാണ് ഈ ഒരു കോഴ്സിലൂടെ ലഭ്യമാകുന്നത്. ടൈപ്പിസ്റ്റ്, കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ്, പേഴ്സണൽ സെക്രട്ടറി, സ്റ്റെനോഗ്രാഫർ, ക്ലർക്ക്, ടൈപ്പിസ്റ്റ്, അസിസ്റ്റൻറ്റ്, ഇൻസ്പെക്ടർ ഇൻ GCI, അതുപോലെ ഇൻസ്പെക്ടർ ഇൻ GCI, അതുപോലെ തന്നെ സൂപ്രണ്ട് ഇൻ GCI എന്നീ തസ്തികകൾ ഈ ഒരു കോഴ്സുകളിലൂടെ ലഭിക്കുന്ന തൊഴിൽ അവസരങ്ങളിൽ ചുരുക്കം ചിലത് മാത്രമാണ്. ഈ ഒരു സ്ഥാപനങ്ങളുടെ ഭരണപരമായ അധികാരം ബന്ധപ്പെട്ട ജില്ലാ പഞ്ചായത്തുകളിൽ നിശ്ചിതമാണ്. കരിക്കുലം, പരീക്ഷ, മറ്റ് അക്കാദമിക് കാര്യങ്ങൾ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്നു. പ്രോഗ്രാം കാലാവധി എന്ന് പറയുന്നത് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന 17 ഗവൺമെൻറ് കൊമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ GCIകളിൽ ഈ 2 വർഷ കാലാവധിയുള്ള ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് സെക്രട്ടറിയൽ പ്രാക്ടീസ് കോഴ്സാണ് നടത്തിവരുന്നത്. അതുപോലെ തന്നെ അപേക്ഷാ ഫീസ്, പ്രോസ്പെക്ടസ് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കാം.
നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഈ ഒരു അപേക്ഷ നിങ്ങൾ സമർപ്പിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സമയപരിധിക്ക് ശേഷം ലഭിക്കുന്ന അപേക്ഷകളും അപൂർണമായ അപേക്ഷകളും മുന്നറിയിപ്പ് കൂടാതെ നിരസിക്കുന്നതാണ്. തെറ്റായിട്ടുള്ള വിവരങ്ങൾ നൽകി പ്രവേശനത്തിന് ശ്രമിക്കുന്നത് കുറ്റകരവും പ്രവേശനം റദ്ദു ചെയ്യുന്നതിനും കാരണമാകുന്നതാണ്. സീറ്റുകളുടെ സംവരണവും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ശേഷിക്കുന്ന സീറ്റുകളുടെ സംവരണ ഡീറ്റെയിൽസും കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ജനറൽ മെറിറ്റ് സീറ്റ് എത്രയാണ് എന്നുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. 50% ജനറൽ മെറിറ്റ് സീറ്റ്. ബാക്കി സീറ്റ് വിവിധ വിഭാഗങ്ങളൊക്കെ ആയിട്ട് റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ടുള്ളത് നമുക്ക് ഇതിൽ ബാക്കി യൂണിഫോമാണ് ചോദിച്ചിട്ടുള്ളത്. യൂണിഫോമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ യൂണിഫോം ഏത് രീതിയിലാണ് യൂണിഫോം വരുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് അഡ്മിഷൻ നടത്തുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് പരിശോധിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ അഡ്മിഷനായിട്ട് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടതെന്നുള്ളത് കൃത്യമായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക. അതുപോലെ തന്നെ പ്രവേശന ഫീസ് എന്ന് പറയുന്നത് 145 രൂപ. അതുപോലെ തന്നെ സ്പെഷ്യൽ ഫീസ് 360, റവന്യൂ ഭാഗം 210, PD ഭാഗം 150, അതുപോലെ തന്നെ അസോസിയേഷൻ 39, ആർട്ട് ആൻഡ് സ്പോർട്സ് 59, വിഷ്വൽ എഡ്യൂക്കേഷൻ 10, അതുപോലെ സ്റ്റേഷനറി 42, കരുതൽ നിക്ഷേപം 300, വാർഷിക ട്യൂഷൻ ഫീസ് 805, അതായത് ഓരോ വർഷമാണ് 805 രൂപ മാത്രം. പ്രവേശന സമയത്ത് 305 രൂപയും ബാക്കി 2 തുല്യ തവണകളായിട്ട് അടക്കാവുന്നതാണ്. അതാണ് ആകെ വരുന്ന വാർഷിക ഫീസ്. 805 രൂപയാണ് ആകെ ഫീസ് വരിക. അതുപോലെ കരുതൽ നിക്ഷേപം ഒരിക്കൽ അടച്ച ഫീസ് പിന്നീട് തിരിച്ചു നൽകുന്നതല്ല എന്ന് പ്രത്യേകം നൽകിയിട്ടുണ്ട്. അപ്പോൾ ചെറിയ ഫീസ് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ കോഴ്സ് കാലാവധി പൂർത്തിയാകാതെ പഠനം നിർത്തി പോകുന്ന വിദ്യാർത്ഥികൾ പഠനം പൂർത്തീകരിച്ച കാലയളവ് വരെ ട്യൂഷൻ ഫീസ് അടക്കുവാൻ ബാധ്യസ്ഥരാണ്. അപൂർണമായ അപേക്ഷകൾ യാതൊരു മുന്നറിയിപ്പും കൂടാതെ നിരസിക്കുന്നതായിരിക്കും. അതുപോലെ കാലാകാലങ്ങളിൽ സർക്കാർ പുറപ്പെടുവിക്കുന്ന ആരോഗ്യ നിർദ്ദേശങ്ങൾക്കനുസരിച്ചിട്ടായിരിക്കും പ്രവേശന പ്രക്രിയ പൂർത്തീകരിക്കേണ്ടത്. എല്ലാ ഉദ്യോഗസ്ഥരും അപേക്ഷകരും രക്ഷിതാക്കളും പ്രവേശന പ്രക്രിയയുമായി ബന്ധപ്പെട്ട മറ്റുള്ളവരും ഈ ഒരു നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയുമാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അതിനായിട്ട് polyadmission.org വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അതിൽ GCI എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു പേജിലേക്ക് വരും. 1 ടൈം രജിസ്ട്രേഷൻ ആദ്യം ചെയ്യണം. അതിനുശേഷം നിങ്ങൾക്ക് അതിനുശേഷം പിന്നീട് കാൻഡിൽ ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പിന്നീട് ആ ഒരു ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ അഡ്മിഷൻ നടക്കുക നേരിട്ട് സ്ഥാപനങ്ങളിൽ വെച്ചിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലാണ് അതായത് ഈ ഒരു കാര്യങ്ങൾ ഉള്ളത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അതിനായിട്ട് ജസ്റ്റ് ആ ഒരു ഡീറ്റെയിൽസ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഡൗൺലോഡ്സിൽ ക്ലിക്ക് ചെയ്യുക. ഡൗൺലോഡ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ലിസ്റ്റ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എത്ര GCIs ഉണ്ട് എന്ന് നോക്കാം. ടോട്ടലായിട്ട് 17 GCIs ആണുള്ളത്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഏതൊക്കെയാണ് GCIs ഉള്ളതെന്ന് കൃത്യമായിട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ജില്ലയിൽ എവിടെയാണ് GCI ഉള്ളതെന്ന് കൃത്യമായിട്ട് നോക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.